എക്സൈസ് വകുപ്പ് മദ്യവ്യാപനത്തിന് അനുകൂലമല്ലെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് പുതിയ മദ്യനയം വരേണ്ടതുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യ ഉപയോഗം കുറച്ചു കൊണ്ടുവരണം എന്നതാണ് സർക്കാരിന്റെ മദ്യനയം. മദ്യനയത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ സഭാസമ്മേളനത്തിനു ശേഷം എക്സൈസ് വകുപ്പ് ആരംഭിക്കും. എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യും. ശേഷം മദ്യനയം രൂപീകരിക്കും. പ്രോഗ്രസീവായ ഒരു നയമായിരിക്കും വരിക. അതിനുശേഷം മാത്രമേ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തില് തീരുമാനമെടുക്കൂ. യുഡിഎഫിന്റെ നിലപാടും അതുതന്നെയാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഏത് മദ്യവിൽപ്പനയ്ക്കും അന്തിമവാക്ക് മദ്യനയമാണ്. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് മദ്യനയം വന്നിട്ടേ തീരുമാനമെടുക്കൂ. നികുതി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത്. ബജറ്റില് ഏത് നികുതി ഏർപ്പെടുത്തണമെന്ന് എങ്ങനെയൊരു ധനമന്ത്രി എക്സൈസ് മന്ത്രിയോട് പറയും? വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാന് തീരുമാനിച്ചിട്ടില്ല. നികുതി വന്നതുകൊണ്ട് മാത്രം വിൽക്കാന് കഴിയില്ല. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇവിടെ ഒരു തുള്ളി മദ്യം വിൽക്കണം എങ്കില് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകണം. മദ്യനയം വരുന്നതിന് മുൻപ് വിൽപ്പനയ്ക്ക് അപേക്ഷ വന്നാല് എക്സൈസ് മന്ത്രി എന്ന നിലക്ക് അനുമതി നിഷേധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിനെതിരെ മുതിർന്ന നേതാവ് വി.എം. സുധീരന് രംഗത്തെത്തിയതിലും മന്ത്രി പ്രതികരിച്ചു. സുധീരന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. അതില് എന്താണ് തെറ്റെന്നും ലിജു ചോദിച്ചു. ലഹരി ഇന്ന് കേരള സമൂഹത്തിലെ വീടുകളില് എത്തിയെന്നും മന്ത്രി പറഞ്ഞു. ഇതിനെ തകർക്കണം. കേരള സർക്കാർ തൂഫാന്, തണ്ടര് തുടങ്ങിയ പേരുകളില് ലഹരി പരിശോധനകള് നടത്തുന്നുണ്ട്. 14,700 അധികം കേസുകൾ ഇതിനോടകം ഓപ്പറേഷന് തണ്ടറിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തു. വളരെ പരിമിതമായൊരു വകുപ്പാണ് എക്സൈസ് വകുപ്പ്. അതിനിടയിലാണ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. ദീർഘകാല അടിസ്ഥാനത്തില് പല പദ്ധതികളും ആവിഷ്കരിച്ചുവരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷന് തണ്ടറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 14,722 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതില് 1,422 കേസുകൾ NDPS കേസുകളാണ്. 15 എണ്ണം കൊമേഴ്ഷ്യൽ കേസുകളാണ്. 2,222 അബ്കാരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 185.55 കിലോഗ്രാം കഞ്ചാവാണ് ഇതുവരെ പിടികൂടിയത്. 265 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 1,175 ലിറ്റർ വ്യാജ കള്ളും പിടികൂടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസ് വകുപ്പിന് കുറേയേറെ പരിമിതികൾ ഉണ്ട്. ആധുനികവൽക്കരണത്തിലേക്ക് കടന്നിട്ടില്ലാത്ത സേനയാണിത്. ആധുനിക ഉപകരണങ്ങളും ആയുധങ്ങളുമില്ല. വാഹനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ട്. എക്സൈസ് ഓഫീസുകളുടെ സ്ഥിതി അത്ര നല്ല അവസ്ഥയിലല്ല. മോഡല് എക്സൈസ് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കാന് പോകുന്നതേയുള്ളൂ. സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോള് ബ്യൂറോകൾ ആരംഭിക്കുന്നുണ്ട്. നിലവിലുള്ള ഉദ്യോഗസ്ഥരെ അതില് ഉൾപ്പെടുത്തി സമഗ്രമായ പ്രവർത്തന പദ്ധതി എക്സൈസ് ആവിഷ്കരിച്ചു. മയങ്ങില്ല കേരളം എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലഹരീവർജനം ശക്തിപ്പെടുത്തുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ താലൂക്കിലും ഡി അഡിക്ഷന് സെന്റർ സ്ഥാപിക്കും. പുനരധിവാസം മുൻനിർത്തിയും പ്രവർത്തനമുണ്ടാകും. ബോധവൽക്കരണം, ലഹരിവർജനം, പുനരധിവാസം എന്നിങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നത്. മയങ്ങില്ല കേരളം ജനജാഗ്രതാ പോർട്ടല് ജൂലൈ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങള് ജനങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരില് വ്യാജകള്ള് പരിശോധനയും നടത്തുമെന്നും മന്ത്രി അറിയിച്ചു.